ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ മാത്രം വിസ്തരിച്ചത് 109 ദിവസമാണ്. വളരെയധികം നീണ്ടുപോയ ഒരു വിസ്താരം എന്ന് വേണമെങ്കിൽ പറയാം. കേസിന്റെ വിധി പ്രസ്താവത്തിൽ ഇത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടോ? അതൊന്നും സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. കാരണം കോടതി നോക്കേണ്ടത് തെളിവാണല്ലോ. പ്രോസിക്യൂഷൻ ബിജു പൗലോസിനെ എത്ര ദിവസം ചോദ്യം ചെയ്താലും അല്ലെങ്കിൽ എത്ര ദിവസം കോടതിയിൽ ക്രോസ് ചെയ്താലും അദ്ദേഹം കണ്ടെത്തിയ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് തെറ്റിക്കാവുന്ന നോക്കിയാൽ നടക്കില്ല. അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അത് നല്ലൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ബിജു പൗലോസ്. ഈ കേസ് തുടക്കം മുതൽ ചാർജ് ഷീറ്റ് കൊടുത്ത് ട്രയൽ തീരുന്നിടം വരെ കൂടെ നിന്ന ഉദ്യോഗസ്ഥനാണ്. ബിജു പൗലോസ് കോടതിയിൽ അദ്ദേഹത്തിനെ അഡ്വക്കേറ്റ് രാമൻപിള്ള, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സും വക്കീലന്മാരും ഏകദേശം 150 ദിവസത്തോളം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ ക്രോസ് ചെയ്തു കോടതിയിൽ. പക്ഷെ അതിൽ നിന്ന് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദീർഘമായ ഒരു ചോദ്യം ചെയ്യലായിരുന്നു അത്. അത്ര ദീർഘിച്ച ഒരു ചോദ്യം ചെയ്യൽ കേരളത്തിലെ ഇൻവെസ്റ്റിഗേഷനിലെ ഓഫീസർമാർക്ക് ആരും നേരിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആ കേസ് തുടക്കം മുതൽ അവസാനം വരെ അന്വേഷിച്ചത് അത് ബിജു പൗലോസ് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ വളരെ ഷാർപ്പ് തന്നെയായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്.